തേച്ചറിഞ്ഞിട്ട് പഴഞ്ഞ് കുളിക്കാൻ വന്ന് അപ്പൊ ഇതാ കാണുന്നതാണ് പണം കഴിച്ചത്. ഹലോ കൂട്ടുകാരെ, അടിപൊളി ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു പഴങ്കഞ്ഞി ഉണ്ടാക്കിയാലോ? ഓക്കെ, അച്ഛനും ഞാനും കൂടെയാണ് ഇന്ന് പഴങ്കഞ്ഞി ഉണ്ടാക്കാനാണ്. അതിനുള്ള സാധനങ്ങൾക്ക് നമ്മൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാ കൂട്ടുകാരെ, നമുക്ക് ഉണ്ടാക്കാം. നല്ല വെള്ളം ഒഴിച്ച് വെച്ച ചോറാണ് നമ്മൾ ഈ ചട്ടിക്കകത്തോട്ടിടാൻ പോകുന്നത്. അച്ഛനാണെങ്കിൽ ഇട്ട് തന്നെ മതിയോ? ചൂടിട്ടോ വെള്ളം ഒഴിച്ചു. തൈര് ഞാൻ ഒഴിക്കാം. ഞാൻ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒഴിക്കാൻ പോണത് കട്ട തൈരാണ്. കട്ട തൈര് ഒഴിക്കാം. മതിയോ? ഇളക്കട്ടെ വെച്ചാ ഇളക്കി. ഞാൻ ഇളക്കിയത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പിടാൻ വിളിക്കാം. ഓക്കെ ഓക്കെ, നമ്മൾ രണ്ടുപേരും കൂടെ കൈ പിടിച്ചെടുക്കാം. ഇളക്കി അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉണ്ടാക്കുന്നേ? അത് കഴിഞ്ഞാൽ നമ്മൾ എന്താ ഇടുന്നേ? ഉള്ളിയും പച്ചമുളകാണ്. ഉള്ളിയും പച്ചമുളകും കുറച്ച് ചതക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അമ്മയുടെ സ്പെഷ്യൽ മീൻകറിയാണ്. ചൂര സ്പെഷ്യൽ മീൻകറി അമ്മ പറ്റിച്ചെടുത്തതാണ് നല്ലോണം വെള്ളത്തിൽ. നല്ലൊരു ടേസ്റ്റാണ് ഈ മീൻകറിക്ക്. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ കുമ്പളങ്ങ ഇട്ട മോര്, പിന്നെ അമ്മയുടെ തോരൻ, കിഴങ്ങ് മെരുക്ക് വരട്ടി ഇവിടെ ഉണ്ട്. പിന്നെ ഇത്രയും സാധനങ്ങളുണ്ട്. പിന്നെ ബാക്കിയുള്ള തൈരുമുണ്ട്. അതിന് അവസാനം കുറച്ചും കൂടെ നമുക്ക് അച്ഛൻ്റെ ചതച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇട്ട് കൊടുക്കാം. അയ്യോ സോറി, ഇതിൻ്റെ മൂക്കിയിട്ടറിയാം. അതുകൊണ്ട് ഇനി നമുക്ക് മോരയിക്കാം. സ്പൂണെ കെട്ടിപ്പുറത്ത് മാറ്റി വെക്കാം. ഞാൻ വയ്ക്കാം. ഓക്കെ, ഇളക്കാം. സ്പെഷ്യൽ ചൂരക്കറി മീൻകറി, നല്ല മീൻ കഷ്ണം, ചാർച്ചയും കൂടെ വേണം. ഇനി അടുത്തത് തോരൻ. വെളുത്തി അമ്മയുടെ നമുക്ക് കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ട്. അത് ഞാൻ ഇളക്കി കൊടുക്കാം. അതുപോലെ ഭയങ്കര ഇഷ്ടമാണ് കിഴങ്ങ് മെഴുക്കുവരട്ടി. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൻ്റെ അത് ചേർത്തത്. മീൻ കഷ്ണമൊക്കെ പൊടിയുന്നു. ഇളക്കുന്നുണ്ട് നല്ലോണം. ഇതിന്റെ ടേസ്റ്റ് ഇനി നമുക്കൊരു ടേസ്റ്റ് ഇനി നമുക്ക് കുറച്ച് ടേസ്റ്റ് വെക്കാലോ. തൈര് കട്ട് കുടിക്കുന്നു. പഴങ്കഞ്ഞി ഉണ്ടാക്കുന്നതിനിടയിൽ അങ്ങനെ നമ്മൾ പഴങ്കഞ്ഞി ഉണ്ടാക്കി. അതിതാ പല പ്രാവശ്യങ്ങൾ അന്ന് ദിവസം തന്നെ പല പ്രാവശ്യമായി കഴിക്കുന്ന സീനാണിത്. നമ്മുടെ പഴങ്കഞ്ഞി സൂപ്പർ ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ.